ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ലീഡ് കോഡ് പ്രോബ്ലം 2614 പ്രൈം ഇൻ ഡയഗണലിന്റെ ജാവയിലുള്ള സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ തന്നിട്ടുണ്ട്. ഈ അറേയുടെ ഡയഗണലിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് പ്രൈം നമ്പറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പ്രൈം നമ്പറിന്റെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മളൊരു നമ്പർ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും, അതല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. സോ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്പർ ലെസ് ദാൻ 2 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയാം 2-നെക്കാട്ടിൽ താഴെയുള്ളത് പ്രൈം നമ്പർ അല്ല. സോ അതുകൊണ്ട് നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതിനുശേഷം നമ്മൾ 2 തൊട്ട് നമ്മൾ ഈ നമ്പർ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സോ അതിനാണ് ഈ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. ഫോർ ലൂപ്പിൽ നമ്മൾ 2 തൊട്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ, അതായത് നമ്മൾ ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഈ ലിമിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അത്രയും നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു കേസിൽ ഒരു ഇഫ് കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഐ വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. സോ ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് ഇതിനെ ഈ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് നമ്മൾ ഇതൊരു പ്രൈം നമ്പർ ആണ് എന്ന് നമ്മൾ റിട്ടേൺ ചെയ്യും. സോ ഇതാണ് പ്രൈം നമ്പർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് മെയിൻ കോഡിലേക്ക് നോക്കാം. സോ നമുക്കൊരു ഇൻറ്റിജർ 2 ഡയമെൻഷണൽ അറേ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ആ അറേയുടെ എത്ര റോസ് ഉണ്ടെന്ന് നമ്മൾ ഒരു വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് n എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ലാർജസ്റ്റ് പ്രൈം നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലാർജസ്റ്റ് പ്രൈം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഡിഫോൾട്ട് വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോ ഗ്രിഡിലെ ഓരോ റോസിലെ 2 ഡയഗണൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കും. സോ അതിനു വേണ്ടിയാണ് ഈ ഒരു ഫോർ ലൂപ്പ്. 0 തൊട്ട് ലെസ് ദാൻ n വരെയുള്ള വാല്യൂസ് വെച്ച് നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് പോകും. അതിനുശേഷം നമ്മൾ ആദ്യം ഡയഗണൽ 1-ലുള്ള എലമെന്റിനെ കൺസിഡർ ചെയ്യും. സോ അതിനാണ് d1 നം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. സോ ഐ എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂവിനെയാണ് ഡയഗണൽ 1-ലുള്ള എലമെന്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു വാല്യൂവിനെ ഞാൻ കൺസിഡർ ചെയ്യും. അതിനുശേഷം ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കറന്റ് ഉള്ള ലാർജസ്റ്റ് പ്രൈമിനെക്കാട്ടിലും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. വലുതാണെങ്കിൽ ഈ ഒരു d1 നം എന്ന് പറയുന്ന ഈ വേരിയബിളിലുള്ള നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് അടുത്ത ചെക്ക് നമ്മൾ നടത്തും. അതൊരു പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് പ്രൈം എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ഡയഗണൽ എലമെന്റിനെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഡയഗണലിലുള്ള എലമെന്റിനെ കൺസിഡർ ചെയ്യും. അതിനാണ് d2 നം എന്ന് പറയുന്ന ഈ വേരിയബിൾ കൊടുത്തേക്കുന്നത്. സോ ഐ എന്ന് പറയുന്നതും n-i-1 എന്ന് പറയുന്ന ആ പൊസിഷനിലുള്ള വാല്യൂവിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുശേഷം d2 നം എന്ന് പറയുന്ന ഈ വേരിയബിൾ നമുക്ക് കറന്റ് ഉള്ള ലാർജസ്റ്റ് പ്രൈമിനെക്കാട്ടിൽ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. സോ വലുതാണെങ്കിൽ നമ്മളത് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് പ്രൈം നമ്പറും ആണെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് പ്രൈം നമ്പറിൽ എന്ന് പറയുന്ന വേരിയബിളിൽ d2 നം എന്ന് പറയുന്ന വേരിയബിളിൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ ഈ ഒരു ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് പ്രൈം നമ്പർ ഏതാണോ അത് നമുക്ക് ലാർജസ്റ്റ് പ്രൈം എന്ന് പറയുന്ന ഈ വേരിയബിളിൽ കിട്ടും. സോ നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യും. സോ ഇതാണ് ഇതിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ടെസ്റ്റ് കേസ് രണ്ടും പാസ് ആയിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ ഈ സൊല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.